ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആപ്പിൾ ID എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാം. പലരും ഫോൺ മേടിക്കുമ്പോൾ ആപ്പിൾ ID ഒക്കെ നമ്മൾ ഷോപ്പിൽ പോയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ നമ്മളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ ഫോൺ എടുത്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ആപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷനാണ് വരുന്നത്. മുകളിൽ നിങ്ങൾക്ക് നിലവിലുള്ള ഫോണിലെ അക്കൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും രണ്ടാമത് നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ വരും. അതിനകത്ത് അതൊട്ടാണ് നിങ്ങൾ അകത്തൊന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ടപ്പൊന്ന് നമ്മൾ ആൻഡ്രോയിഡിൽ ക്ലിക്ക് ചെയ്യുന്ന പോലെ കിട്ടുകയില്ല. അതിനുശേഷം നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ഇവിടെ കൊടുക്കേണ്ടതായിട്ട്. ഫസ്റ്റ് നെയിം ആദ്യം കൊടുക്കുക. ഫസ്റ്റ് നെയിം ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് നെയിം കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണം. ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന പേരും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആപ്പിൾ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾ ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏത് ഇയർ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് ഓടിക്കാം. ഞാനിവിടെ അത് ക്ലിക്ക് ചെയ്ത് ബാക്കിലോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഡേറ്റ് വന്ന് ഏറ്റവും താഴെ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഇമെയിൽ അല്ലെങ്കിൽ Gmail ID കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ID വേണം, അതിലോട്ട് കാണിക്കണം. നമുക്കിതിൻ്റെ റിക്കവർ മെയിൽ വരുന്നത്, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ അനൗൺസും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇമെയിൽ ID ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ അനൗൺസ് എന്ന് പറയുന്നത് കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനിയാണ് മെയിനായിട്ട് ആപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും മറന്നുപോയാൽ ഇത് റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ബിഗ് ലെറ്ററിലും അത് കഴിഞ്ഞ് സ്മോൾ ലെറ്ററിലും അതുപോലെ തന്നെ ഏതെങ്കിലും ലെറ്റേഴ്സിലും നമ്മൾ ബിഗ് ലെറ്റർ കൊടുക്കുക, സ്മോൾ ലെറ്റർ കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക. അപ്പം ഇത് നിർബന്ധമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുകയുള്ളൂ. അതിൽ നിർബന്ധമായും 8 അക്കമെങ്കിലും ഉണ്ടായിരിക്കണം. അത് തന്നെ താഴെ കൺഫേം ചെയ്യുക. ഒരിക്കലും മറന്നുപോയത് നമ്മളിത് എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ച് വെക്കുക. പലരും ഇത് ഷോപ്പിലൊക്കെ കൊടുത്താണ് ചെയ്യുന്നത്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ മോളിൽ കൊടുത്തായിരുന്നു. ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഫോൺ നമ്പർ, നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ, ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ നമ്പർ കൊടുക്കുക. ഞാൻ മറ്റൊരു ഫോണിൽ ഇട്ടേക്കുന്ന ഒരു നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് വേണോ ഫോൺ കോൾ വേണോ എന്ന് ചോദിക്കും. ഞാനിവിടെ ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ആ ഫോണിലോട്ട് വരും. ഒരു 6 ഡിജിറ്റൽ നമ്പറാണ്. അത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ആ നോട്ടിഫിക്കേഷൻ എൻ്റർ ചെയ്തിട്ട് താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഇവിടെ വെരിഫൈ ആയെന്ന് കാണിക്കും. ഇവിടെ നിങ്ങൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും. അത് എഗ്രി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഒരു കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി. ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് കടയിലോ ഷോപ്പിലോ ഒക്കെ പോയി പൈസയൊക്കെ കൊടുത്ത് 500 1000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങളിത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഡൗൺലോഡോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും.